ഒരു 2-3 വർഷമായിക്കണം എൻ്റെ പിന്നാലെ ഈ പുത്തൂരിലെ പ്രധാനപ്പെട്ട പലരും ഇങ്ങനെ കൂടുതൽ തുടങ്ങിയിട്ട്, പണ്ഡിതന്മാരും നിങ്ങൾ ഇവിടുത്തെ ഖാദിസ്ഥാനെ ഏൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഖാദിസ്ഥാനെ ഏൽക്കുക എന്ന് പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് ഖാദിസ്ഥാനായിട്ട് നന്ദിയിലാണ്. അത് ശംസുൽ എന്ന അവിടെ ഖാദി മൂപ്പര മരണശേഷം അതൊരു ബർക്കത്തിന് ഏൽക്കുക എന്നുള്ള നിലയ്ക്ക് ഏറ്റിയതാണ്. കോഴിക്കോട് വലിയ ഖാദി ശിഹാബുദ്ദീനും ബിച്ചുകോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ അവരെ പഴയ മിനിറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും ഇന്ന് ഖാദിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഞാനത് സ്വീകരിച്ചിട്ടില്ല. പിന്നെ കാഞ്ഞങ്ങാട് ആറ്റക്കോയ തങ്ങൾ മരണപ്പെട്ടപ്പോൾ കാഞ്ഞങ്ങാട്ടുകാരിൻ്റെ വീട്ടിൽ 1-2 പ്രാവശ്യം വന്നു. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, എന്തിനാ അത്ര നീട്ടിക്കൊണ്ടുപോകണം, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനൊരു മാസം കഴിഞ്ഞിട്ട് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഒരു മാസം കഴിയട്ടെ, ഞാനൊന്ന് ഇസ്തിഖാറത്ത് ചെയ്യട്ടെ, ശംസുൽമനെ സിയാറത്ത് ചെയ്യട്ടെ, എന്നിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഏകദേശം ഒരു 300ഓളം മഹല്ലുകളൊക്കെ ഖാദിസ്ഥാനപ്പം ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റതും അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ പലപ്പോഴും ഇത് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഞാൻ ഒന്നിരിക്കലും നിങ്ങൾ പലരെയും ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, പേരൊന്നും ഞാനിപ്പോൾ പറഞ്ഞില്ല, അവരാക്കാം ഇവരാക്കാന്നൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. അതോട് ഒപ്പം കുറേ കോളേജുകളിൽ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളുണ്ട്. പിന്നെ സമസ്തനോട് ബന്ധപ്പെട്ട് വരുന്ന ഫത്വകളും മറ്റും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. ഇതുപോലെ ഖാദി സ്ഥാനത്ത് മിഞ്ഞാന്ന് 7 തലാഖിൻ്റെ പ്രശ്നമായിരുന്നു, 7 അതിൽ ഞാൻ ഖാദിയായ സ്ഥലത്തുള്ളത് 2 ബാക്കിയൊക്കെ വേറെ പലരും ഖാദിയായ സ്ഥലത്തുള്ളതാണ്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് പലരും വരുമ്പോൾ ഇതെല്ലാം കൂടി ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പിന്നെ ഈ നിങ്ങളൊക്കെ ഒരു വല്ലാത്ത സ്നേഹവും, പിന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടല്ലോ, ഈ കർണാടക, ഈ ദക്ഷിണ കർണാടക എന്നും സമസ്തൻ്റെ ഒപ്പം നിന്നതാണ്. അത് എപ്പോഴും ശംസുൽമ പറയുന്ന ഒരു വാക്കാണ്. ഷെയ്ഖുന ശംസുൽമ എപ്പോഴും പറയലുണ്ട്, പല പ്രാവശ്യം നന്ദിയിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദക്ഷിണ കർണാടക എന്നും നമ്മളെ കൂടെ വന്നവരാണ്. അവിടെയുള്ള ആളുകളെ പറ്റി പറയലുണ്ട്, വളരെ നല്ല ആളുകളാണ് അവർ, സമസ്തനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവിടുത്തെ മുതലാളിമാരും അവിടുത്തെ പണ്ഡിതന്മാരെന്നൊക്കെ പല പ്രാവശ്യം ഷെയ്ഖുന എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം എന്നറിയോ, ഈ കുട്ടികൾ സെലക്ഷന് വരുമ്പോൾ പറയലുണ്ട്, തങ്ങളെ പിന്നെ കർണാടക ഭാഗത്ത് നിന്ന് വന്ന കുട്ടികളൊക്കെ ഇനിയിപ്പോൾ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലൊക്കെ ഒരു ചെറിയ ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങോട്ട് കയറ്റിക്കാളി എന്ന് പറയും. അങ്ങനൊരു സ്നേഹം ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ ഈ ദക്ഷിണ കർണാടകയിലുള്ളവരോടുണ്ട്. അതൊരു സത്യമാണ്. അപ്പോൾ അവരിഷ്ടപ്പെട്ടൊരു സ്ഥലം എന്നുള്ള നിലക്ക് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഇത് ഏറ്റവും മാത്രം, ഇതിൻ്റെ എല്ലാം പിന്നിൽ പോകേ, ഇതിനു വേണ്ടി ആരെങ്കിലും ആളെ പറഞ്ഞേക്കെ, ഇങ്ങനത്തെ ഒരു പണി എനിക്കില്ല, മനസ്സിലായില്ലേ? എനിക്കതിനോട് കഴിയൂല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒന്നിനും ഇതുവരെ ഒരു സ്ഥാനങ്ങളും ഞാൻ ആവശ്യപ്പെട്ടിട്ടതല്ല. സമസ്തയുടെ പ്രസിഡന്റ്, സമസ്തയുടെ ഖജാൻജി എന്നൊക്കെ പറയണത് സമസ്തയുടെ ഫത്വ കമ്മിറ്റി. ഞാൻ മുഷാവറിയിൽ വെറുതെ പിറ്റേ ദിവസം ബാപ്പുലിയറിനോട് പറഞ്ഞു നിങ്ങൾ ഫത്വ കമ്മിറ്റി അംഗമാവണം. അതേപോലെ തന്നെ സമസ്തൻ്റെ ഖജാൻജി ആയതും സമസ്തൻ്റെ പ്രസിഡൻ്റ് ആയതും ഒക്കെ ഇതൊന്നും ഇതിൻ്റെ പിന്നിൽ പോയിട്ടല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ, ചോദിക്കാതെ കിട്ടിയാൽ അതിൻ്റെ സഹായം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആ സഹായം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങളെങ്ങനെ ഇതൊക്കെ എത്തിക്കാമെന്ന്, ഇതെല്ലാം കൂടി എങ്ങനെ നിങ്ങൾ ചെയ്യാമെന്ന് ചോദിക്കലുണ്ട്. ഞാനിതൊക്കെ മുടങ്ങാതെ എല്ലാ സംഗതികളും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതെന്തോ ഒരു ഗുരുത്വത്തിൻ്റെ പിന്നിലുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. മഹാന്മാരാകുന്ന നമ്മളെ മശായിഖന്മാരുടെയും പ്രത്യേകിച്ച് ഷെയ്ഖുന ശംസുൽമയുടെയും അതുപോലെ നമ്മുടെ അജിതാദിൻ്റെയും ഒക്കെ ഒരു ഗുരുത്വം ഉണ്ട്. അതുകൊണ്ടിട്ട് ഈ സംഗതികളൊക്കെ വളരെ നല്ല നിലയ്ക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ മഹല്ലത്തിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമില്ലാത്തൊരു ജമാഅത്തിന് തീ പിടിച്ച് കൂട്ടരുതെന്ന്. വളരെ മനസ്സറിഞ്ഞുകൊണ്ട് ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ കൂടിയാൽ മതി, ആരെയും നിർബന്ധിച്ചുകൊണ്ട് ഇതിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ഇന്ന തൊലിയത്ത് ചെയ്യാൻ വേണ്ടി ആരെയും കൂട്ടരുത്. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രമാണ് കൂടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ രണ്ടാമത് അംഗീകരിച്ചത്. ഞാൻ ആന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കലുണ്ട്, ഇതിൽ എത്ര ജമാഅത്തായി? ഈ ജമാഅത്തുകൾക്കൊക്കെ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ കൂടിയാൽ മാത്രം മതി, അങ്ങനത്തെ ജമാഅത്തുകൾ മാത്രം ഇതിൽ അങ്ങായാലും മതി. നമുക്ക് എത്ര ജമാഅത്ത് വേണമെന്നൊന്നുമില്ല, ഇപ്പോൾ ഒരു ജമാഅത്തും ഇല്ല നിൽക്കുക, എന്നാലും ഇപ്പോൾ എനിക്കൊരു കുറവൊന്നുമില്ല, ഞാൻ സമസ്തൻ്റെ പ്രസിഡന്റ് എന്നുള്ള അത് മാത്രം മതി. വേറെ ഇപ്പോൾ ഇവിടെ കുറേ മഹല്ലത്തിൻ്റെ ഖാദിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ കുറേ കോളേജ് ദർസ് എടുത്തിട്ടുണ്ടെന്നോ. ഞാൻ എൻ്റെ ശിഷ്യന്മാരൊക്കെ എന്നോട് പറയും, ഉസ്താദെ നമുക്കൊരു ശിഷ്യ സംഗമം ഉണ്ടാക്കണം. ഞാൻ പറയൽ എന്താണെന്ന് പറയും, മരിച്ചപ്പോൾ എല്ലാവരും വന്ന് ഉഷാറാക്കിയാൽ മതി, പിന്നെ എനിക്കിപ്പോൾ ശിഷ്യാംഗമൊന്നും വേണ്ടാതാ. അങ്ങനെ ഞാൻ ശിഷ്യസംഗമം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് 10,000 കണക്കിന് ശിഷ്യന്മാരുണ്ടാവും.
ഞാൻ ശിഷ്യ സംഗമമൊന്നും ഞാൻ ഉദ്ദേശിക്കില്ല, ഞാൻ എല്ലാവരോടും പറയില്ല. എപ്പോഴും പലപ്പോഴും നോക്കാൻ കുട്ടികൾ പറയണ്ട ശിഷ്യം. ഞാൻ പറഞ്ഞു എനിക്ക് ശിഷ്യ സംഗമമൊന്നും വേണ്ട, ഞാൻ മരിക്കുമ്പോൾ നിങ്ങളെ ശിഷ്യന്മാരിലൂടെ വന്ന് ഉഷാറാക്കിയാൽ മതി, വേറൊന്നും ആവശ്യമില്ല എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് എനിക്കൊരു പേരിന് വേണ്ടിയൊന്നുമല്ല, ഒരു മസ്ലഹത്ത് എന്നുള്ളവർക്ക്. ഇങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചില മസ്ലഹത്ത് എന്നുള്ളവർക്ക് ഒരുപാട് മഹല്ലുകളിൽ ഇപ്പോൾ ഞാൻ കാദിയാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇതും ഞാൻ ഇവിടെ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു കാദി എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഞാനിപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. എന്താണ് കാദി? കാദിൻ്റെ ഉത്തരവാദിത്തം എന്തൊക്കെയാണ്? കാദിനോട് നിങ്ങൾ ചെയ്യേണ്ടതായ കടപ്പാടുകൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നെ ഓരോ പ്രത്യേക ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോന്നിനെ സംബന്ധിച്ചും വിശദമായി സംസാരിക്കാം. അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വലിയൊരു അനുഗ്രഹം, അള്ളാഹു ഈ നാട്ടിലേക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ളതായ ഖാദി എന്നുള്ള നിലക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ളതായ ഒരു അവസരം അള്ളാഹു എനിക്ക് ഒരുക്കി തന്നു. അതോടൊപ്പം സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഒരു ഖിദ്മത്ത് കൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവും, യാതൊരു സംശയമില്ല. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗലിയത്തിനെ സ്വീകരിക്കും. നിങ്ങൾ ഈ ചെയ്തതായ ഈ സ്നേഹവും നിങ്ങൾ ഇവിടെ കാണിച്ചതായ ഈ ആദരവിനൊക്കെ എന്നോട് അത് മറുപടിയായി അതിനൊക്കെ നിങ്ങൾക്ക് പ്രതിപകാരമായി അങ്ങോട്ട് ചെയ്യാനൊന്നുമില്ല ദുആ അല്ലാതെ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും, ഓരോ മഹല്ലത്തിനു വേണ്ടി ദുആ ചെയ്യും, ആ മഹല്ലത്തിലുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഇവിടുന്ന് എന്നെ ഖാദി സ്ഥാനം എന്ന ഈ മഹത്താവുന്ന സ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് അധികാരപ്പെടുത്തിയ എല്ലാ മഹല്ലത്തുകാർക്കും, ആ മഹല്ലത്തിലുള്ളതായ അതിന് നേതൃത്വം നൽകുന്നതായ കമ്മിറ്റിക്കാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ധാരാളം ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമ്മളെ ഈ മഹല്ലത്തിൻ്റെ കീഴിലുള്ള എല്ലാ മതസ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മതസ്ഥാപനങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അല്ലാഹു എല്ലാ മതസ്ഥാപനങ്ങളെയും